കർത്താവായ യേശുവിൻ നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവവചന കേൾവി എന്നും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. ദൈവവചനം കേൾക്കേണ്ടതിന് നാം മാറ്റിവെക്കുന്ന സമയങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നഷ്ടമാകത്തില്ല. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തെ കൊണ്ടുവരാൻ ഇടയായിത്തീരും. ആ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ ദൈവവചന കേൾവിക്ക് വേണ്ടി നമുക്ക് കാതോർക്കാമല്ലോ. ഇന്നത്തെ സന്ദേശത്തിന് ആധാരമായി 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 31 അധ്യായം 21 വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അവൻ ദേവാലയത്തിലെ ശുശ്രൂഷ സംബന്ധിച്ചും ന്യായപ്രമാണവും കൽപ്പനയും സംബന്ധിച്ചും തൻ്റെ ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് ആരംഭിച്ച സകല പ്രവൃത്തിയിലും പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിച്ച് കൃതാർത്ഥനായിരുന്നു. യെഹിസ്കീയാവിനെ കുറിച്ചാണ് ദൈവാത്മാവ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം വായിച്ച വാക്യത്തിൻ്റെ ഒടുവിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, താൻ കൃതാർത്ഥനായി എന്നതാണ്. ചുമ്മാതെയൊന്നുമല്ല താൻ കൃതാർത്ഥനായത്, അതിന് കാരണമുണ്ടായിരുന്നു. എപ്രകാരമാണ് താൻ കൃതാർത്ഥനായത്? അതിൻ്റെ കാരണങ്ങൾ 20 വാക്യത്തിൻ്റെ അകത്തും 21 വാക്യത്തിൻ്റെ അകത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. താൻ കൃതാർത്ഥനാകാൻ കാരണം 20 വാക്യത്തിനകത്ത് 1 ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിപ്രകാരമാണ്, യെഹിസ്കീയാവ് യെഹൂദയിലൊക്കെയും ഇവണ്ണം ചെയ്തു, തൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നന്മയും ന്യായവും സത്യമായുള്ളത് പ്രവർത്തിച്ചു. ഒന്നാമതായി ദൈവാത്മാവ് താൻ കൃതാർത്ഥനാകാൻ ഉള്ള കാരണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്, തൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നന്മയും ന്യായവും സത്യമായുള്ളത് പ്രവർത്തിച്ചുവെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, താൻ കൃതാർത്ഥനാകാനുള്ള കാരണങ്ങളിൽ ഒന്നാമത്തെ കാരണമായിട്ട് ദൈവാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, താൻ യഹോവയുടെ സന്നിധിയിൽ നന്മയും ന്യായവും സത്യമായുള്ളത് പ്രവർത്തിച്ചു. ഒരിക്കലും താൻ ദൈവസന്നിധിയിൽ തിന്മ ചെയ്തില്ല, അന്യായമായതുള്ളത് ചെയ്തില്ല, അസത്യമായുള്ളത് ചെയ്തില്ല. പിന്നെയോ നന്മയും ന്യായവും സത്യമായുള്ളത് പ്രവർത്തിക്കാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാമും ദൈവസന്നിധാനം നന്മയും ന്യായവും സത്യമുള്ളത് പ്രവർത്തിക്കുവാൻ കർത്താവ് നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. നമുക്ക് ചുറ്റുപാടും ഒരുപാട് തിന്മ നടക്കുന്നുണ്ട്, ഒരുപാട് അന്യായമായുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് അസത്യമായുള്ളത് നടക്കുന്നുണ്ട്. എന്നാൽ ആ കൂട്ടത്തിലൊന്നും പെടാതെ യെഹിസ്കീയാവിനെ പോലെ നമ്മുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിലും നാം ആയിരിക്കുന്ന സമസ്ത മേഖലകൾക്കകത്തും നന്മയും ന്യായവും സത്യമായുള്ളത് പ്രവർത്തിപ്പാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ നാം പ്രവർത്തിക്കാൻ തയ്യാറായാൽ യെഹിസ്കീയാവിനെ പോലെ നാമും കൃതാർത്ഥരായി മാറാനിടയായിത്തീരും. രണ്ടാമതായിട്ട് 21 വാക്യത്തിനകത്ത് താൻ കൃതാർത്ഥനാകാനുള്ള കാരണത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ്, അവൻ ദേവാലയത്തിലെ ശുശ്രൂഷ സംബന്ധിച്ചും ന്യായപ്രമാണവും കൽപ്പനയും സംബന്ധിച്ചും തൻ്റെ ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് ആരംഭിച്ച സകല പ്രവൃത്തിയിലും പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിച്ചു. ശ്രദ്ധിക്കണമേ, തൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, താൻ പൂർണ്ണ ഹൃദയത്തോടെയാണ് പ്രവർത്തിച്ചത്. 1-2 കാര്യങ്ങൾ ദൈവാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദേവാലയ ശുശ്രൂഷ സംബന്ധിച്ചും ന്യായപ്രമാണവും കൽപ്പനയും സംബന്ധിച്ചും ദൈവത്തെ അന്വേഷിച്ച സകല പ്രവൃത്തിയിലും താൻ പൂർണ്ണ ഹൃദയത്തോടുകൂടിയാണ് പ്രവർത്തിക്കാനിടയായി തീർന്നത്. പ്രിയമുള്ളവരെ, നമ്മെക്കുറിച്ചും കർത്താവ് അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ദേവാലയ ശുശ്രൂഷ സംബന്ധിച്ചും അല്ലെങ്കിൽ ആത്മീയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ന്യായപ്രമാണങ്ങളും കൽപ്പനകളും അല്ലെങ്കിൽ തിരുവെഴുത്തുകളെ സംബന്ധിച്ചും ദൈവത്തെ അന്വേഷിക്കുന്ന സകല പ്രവൃത്തിക്കകത്തും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും പൂർണ്ണ ഹൃദയത്തോടുകൂടെ ചെയ്യാനാണ്, പ്രവർത്തിക്കാനാണ്. അപ്രകാരം യെഹിസ്കീയാവ് പ്രവർത്തിച്ചപ്പോൾ ദൈവാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് താൻ കൃതാർത്ഥനായി എന്നുള്ളതാണ്. നാമും ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ആത്മിക ശുശ്രൂഷ സംബന്ധിച്ചും ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെ സംബന്ധിച്ചും ദൈവത്തെ അന്വേഷിക്കുന്ന കാര്യത്തിൻ്റെ അകത്തും പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിക്കാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നാമും പൂർണ്ണ ഹൃദയത്തോടുകൂടി പ്രവർത്തിക്കാൻ തയ്യാറായാൽ നാമും ഒരു കൃതാർത്ഥ അനുഭവത്തിലേക്ക് എത്തപ്പെടാനിടയായിത്തീരും. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യെഹിസ്കീയാവ് കൃതാർത്ഥനായി എന്ന് ദൈവാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1, തൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നന്മയും ന്യായവും സത്യമായുള്ളത് പ്രവർത്തിച്ചു. 2, ദേവാലയ ശുശ്രൂഷ സംബന്ധിച്ചും ന്യായപ്രമാണവും കൽപ്പന സംബന്ധിച്ചും ദൈവത്തെ അന്വേഷിച്ച സകല പ്രവൃത്തിയിലും താൻ പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിച്ചു. നമുക്കും യെഹിസ്കീയാവിനെ പോലെ നന്മയും
ന്യായവും സത്യമായുള്ളത് പ്രവർത്തിക്കാം. നമ്മെ ഏൽപ്പിക്കുന്ന ഈ ആത്മിക ശുശ്രൂഷ സംബന്ധിച്ചും ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ സംബന്ധിച്ചും ദൈവത്തെ അന്വേഷിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും സകല പ്രവൃത്തിയിലും നമുക്കും പൂർണ്ണ ഹൃദയത്തോടുകൂടെ പ്രവർത്തിക്കാം. ഇങ്ങനെ നാം ചെയ്യുവാൻ തയ്യാറായാൽ യെഹെസ്കേലിനെ പോലെ നാമും കൃതാർത്ഥരായി മാറാനിടയാത്തീരും. ആകിയാൽ യെഹെസ്കേലിന്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രത്യേകതകൾ നമ്മുടെ ജീവിത പ്രത്യേകതകളായി മാറ്റിക്കൊണ്ട് നാം ആകുന്ന സമസ്ത മേഖലകൾക്കകത്തും കൃതാർത്ഥരാകാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.